എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ലണ്ടൻ വിശേഷങ്ങളിലെ വിശേഷങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് എത്തിയിട്ടുള്ളത് എന്റെ ജൂനിയറായിട്ട് തൊടുപുഴ കോളേജിൽ പഠിച്ച അനുചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചാണ്. യു കെയിലാണ് ഇപ്പോൾ ഉള്ളത്. യു കെയിൽ എത്തിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ അനുവിന് പുതിയൊരു ജോലി ലഭിച്ചു. അപ്പൊ ആ ജോലി ലഭിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും എന്തൊക്കെ ഹാർഡ് വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം ചെയ്യാം. കൂടെ അനുവിനെയും ഞാൻ ലണ്ടൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അനു. ഓക്കെ, അപ്പൊ കോളേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇപ്പൊ കാണുന്നത് അല്ലേ? അതെ. അപ്പൊ കോളേജിൽ നിന്ന് പോകുന്നതിന് ശേഷം 2005 ഞങ്ങളൊക്കെ പാസ് ഔട്ട് ആയത്. അപ്പൊ ഞങ്ങളുടെ സെക്കൻഡ് ജൂനിയർ ആയിട്ടുണ്ടായിരുന്ന കൊച്ചാണ്. തൊടുപുഴയിലാണ് വീട്. അപ്പൊ യു കെയിൽ എത്തിയിട്ട് എത്ര നാളായി എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ 2024 ജനുവരി 27 എത്തി. 2024 എന്ന് പറയുമ്പോ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷവും 2 മാസമായി. 1 വർഷവും 2 മാസവും കൊണ്ട് ഇവിടെ ഒരു ജോലി നേടാനായിട്ട് സാധിച്ചു. പഠിക്കാനായിട്ടാണോ? എന്താവശ്യത്തിനാണ് യു കെയിൽ വന്നത്? ഞാൻ സ്റ്റുഡന്റ് വിസയിലാണ് വന്നത്. മാസ്റ്റേഴ്സ് ഇൻ ഇന്റർനാഷണൽ പ്രൊജക്ട് മാനേജ്മെന്റ്. 1 വർഷത്തെ കോഴ്സായിരുന്നു. സോ കോഴ്സ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഏപ്രിൽ 14 എന്റെ ഗ്രാജുവേഷൻ സെറമണിയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഏപ്രിൽ ഗ്രാജുവേഷൻ സെറമണി ആകാൻ പോകുന്നതുള്ളൂ. അതെ. അപ്പൊ അതിനു മുമ്പ് തന്നെ നമുക്കൊരു നല്ലൊരു അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് ലണ്ടൻ വിശേഷങ്ങളിലുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് തന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ് അനു. അനുവിന് എന്തായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്? നാട്ടിലുള്ള ക്വാളിഫിക്കേഷനും വിദ്യാഭ്യാസവും ഇവിടെ മാസ്റ്റേഴ്സ് ആണ് പഠിക്കാൻ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നാട്ടിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു? നാട്ടില് ഞാൻ സീമെൻസിൽ ഒരു ഓട്ടോക്കാഡ് ഡ്രാഫ്റ്റ്സ്മാനായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സുമനം കൺസൾട്ടൻസിയിൽ പോയി അവിടെ ഒരു ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2007 ഞാൻ ഷ്നൈഡറിൽ ജോയിൻ ചെയ്തു. വെരി ഗുഡ്. സോ അവിടെ ഞാൻ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സീനിയർ ആയി. പിന്നെ ഡിസൈൻ മാനേജർ ജോബിലേക്ക് എത്തി. പിന്നെ അവിടെ ഞാൻ കമ്മീഷനിങ് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. കമ്മീഷനിങ്, ഡിസൈനിങ്, ബിഡിങ് എല്ലാം. അപ്പൊ ബേസിക്കലി നമ്മളൊരു ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ വീഡിയോ റിലേറ്റഡ് ആണല്ലോ നമ്മുടെ അധികവും എന്റെ വീഡിയോസ് അങ്ങനെയാണ്. അപ്പോ ഷ്നൈഡർ ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫൈനലി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ജോലിയാണ് ഇപ്പോ പ്രസന്റ്ലി ലഭിച്ചിട്ടുള്ളത്? ഇവിടെ ഇപ്പൊ ജൂനിയർ പ്രൊജക്ട് മാനേജർ ആയിട്ടാണ് ജോലി ലഭിച്ചിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോ അങ്ങനെ ഒരു പ്രൊജക്ട് മാനേജറായിട്ട് ജോലി ലഭിക്കാനായിട്ടുള്ള ഇന്റർവ്യൂവും ആപ്ലിക്കേഷനും CV പ്രിപ്പറേഷനും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തന്നേക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. ഓക്കെ, കാരണം ഞാൻ അതിന് മാത്രമുള്ള പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ കോഴ്സ് ഇപ്പൊ കഴിഞ്ഞുള്ളൂ. സോ PSW ഒക്കെ എടുത്തതിന് ശേഷം പതുക്കെ CV ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് എല്ലാ കമ്പനിയിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇതെനിക്ക് എന്റെ ഷ്നൈഡർ എക്സ്പീരിയൻസ് കണ്ടിട്ട്, എന്റെ CV കണ്ടിട്ട് അവിടുന്ന് ഡയറക്റ്റ് കോൾ വന്നതാണ്. സോ അവർക്ക് ഷ്നൈഡർ സിസ്റ്റം അറിയാവുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ വന്നത്. ഫസ്റ്റ് ഇന്റർവ്യൂ വന്നപ്പം സാലറി സ്കെയിൽ ഭയങ്കര ഹൈ ആയിരുന്നു, അതും ലീഡ് റോള്. സോ ഞാൻ തന്നെ അവരോട് പറഞ്ഞു എനിക്ക് ഇത്രയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, സോ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു അത്രയും കുഴപ്പമൊന്നുമില്ല, ഇത്ര എക്സ്പീരിയൻസ് തന്നെ ധാരാളം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ അറ്റൻഡ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവര് വിചാരിച്ചോണ്ടിരുന്ന മീൻസ് അവർക്ക് എക്സ്പെക്ടേഷൻ വേറെ ആയിരുന്നു. സോ അവര് പറഞ്ഞു ഓക്കെ, ഇപ്രാവശ്യം ഞങ്ങൾ വേറൊരു കാൻഡിഡേറ്റിനെ വെച്ചിട്ടാ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനായിട്ട് അപ്ലൈ ചെയ്യാത്തോണ്ട് എനിക്ക് വലിയ എന്താ പറയാ ഒരു വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ കോഴ്സും കഴിഞ്ഞിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കയ്യിലേക്ക് കിട്ടിയിട്ട് പോലുമില്ല. പിന്നെ ആ സെയിം HR തന്നെ പറഞ്ഞു ബിഡിങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സോ 1 more ജോലി ഉണ്ട്, അപ്പൊ അതിലേക്കൊന്ന് അപ്ലൈ ചെയ്യുന്നു ചോദിച്ചു. ഓക്കെ, അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. നേരിട്ട് അവരുടെ കൂടെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് പോയി. പക്ഷെ അവരുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചു, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഒരു പ്രൊജക്ട്സിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ
സാലറി സ്കെയിൽ ഇതിനും നല്ല സാലറി സ്കെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും സാലറി സ്കെയിൽ ഒന്നും വേണ്ട, എനിക്ക് ഓക്കെ. കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഓക്കെ അവര് ആ സാലറി സ്കെയിലിൽ ഓക്കെ ആയിരുന്നു. അങ്ങനെ അവര് അക്സെപ്റ്റ് ചെയ്തു. അവര് തിരിച്ച് മെയിൽ അയച്ചു, ഞാൻ അനുചിത്രയായിട്ട് ഓക്കെയാണ്, ഓഫർ അയക്കാൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ. അങ്ങനെ ഓഫർ വന്നു. ഓഫർ വന്നു, ഓഫർ അക്സെപ്റ്റ് ചെയ്തു. വെരി ഗുഡ്. ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ അതും സെയിം ജോയിൻ ചെയ്യേണ്ട ഡേറ്റും എന്റെ കോൺവെക്കേഷൻ ഡേറ്റും സെയിം ഡേറ്റ്. അടിപൊളി 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 അടിപൊളി. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാൻ വന്നതിന് ശേഷം ആ പഠിത്തം തീർന്ന് കോൺവൊക്കേഷൻ കിട്ടുന്നതിന്റെ അതേ ഡേറ്റ് തന്നെ നമുക്കൊരു പ്രൊജക്ട് മാനേജർ ലീഡ് പോസ്റ്റിലോട്ട് ജോലിക്ക് കയറാൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് വളരെ പ്രചോദനം ചെയ്യുന്ന ഒരു കാര്യമാണ് അനൂത്. കാരണം ഞാൻ പറയാൻ കാരണം നമ്മളിവിടെ പഠിക്കാൻ വന്നവർ പലരും മറ്റു പല മേഖലകളിലേക്കും പോവുകയാണ്. ബട്ട് നമുക്ക് ഉള്ള പ്രീവിയസ് എക്സ്പീരിയൻസിനെ നമ്മൾ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മളിവിടെ ഒരു വെൽ പൊസിഷനിലോട്ട് പോകുന്നതിൽ സന്തോഷം തന്നെയാണ്. അപ്പൊ അത് മറ്റുള്ളവർക്കും പ്രചോദനമാവട്ടെ. യു കെയിൽ വന്നതുകൊണ്ട് മോശം തോന്നുന്നുണ്ടോ? യു കെയിൽ എത്തപ്പെട്ടത് കൊണ്ട് നല്ലതാണോ ചീത്തയാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി യു കെയിലേക്ക് വരണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കാനഡയിലേക്ക് PR നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ. ഒരു 2 വർഷമായിട്ട് ഞാൻ അതന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നും ശരിയായിട്ടില്ലായിരുന്നു. അവസാനം ഞാനൊരു കൊച്ചിയിലൊരു കൺസൾട്ടൻസി, അവര് പറഞ്ഞു സ്റ്റുഡന്റ് വിസ നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അത്രയും പൈസയൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ലോണൊക്കെ എടുത്തിട്ടാണോ വന്നേക്കണേ? ആണ് 25 ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. അപ്പൊ ലോണ് നമുക്ക് യു കെ വന്നതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ആദ്യമേ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. ആദ്യമേ ഇവിടെ യു കെയിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു എന്തിനാണ് യു കെ പോണത്, ഇപ്പൊ അവിടെ ജോലിയില്ല, ഉള്ളവർ തന്നെ ഇത് കൂടെ അവരെ കഷ്ടപ്പെടുവാണ്, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. വന്നിറങ്ങിയിട്ടാണെങ്കിൽ തന്നെ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നു വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഇത്രയും പൈസ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും. ഒന്നാമത് എന്റെ ഏജ് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഒരു 37 പ്രോബ്ലം. എന്നാലും ഒരു 37 വയസ്സില് MNC കമ്പനിയിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ ഇത്രയും 10-25 ലക്ഷം രൂപ ലോണൊക്കെ എടുത്തിട്ട് വരാൻ തന്നെ അത് ഭയങ്കര ഹൈ റിസ്ക് ആണ്. പിന്നെ നെഗറ്റീവ് ഒക്കെ കേട്ടു, ഒക്കെയാണ്. സപ്പോർട്ടായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നോ കൂടെ? കുടുംബം മെയിൻ സപ്പോർട്ട് ഹസ്ബൻഡാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുടുംബത്തെ കുറിച്ചും കൂടി ഒന്ന് പറയാം. ഓക്കെ, ഞാൻ ശ്രീജിത്ത് എന്നാണ് എന്റെ ഹസ്ബൻഡിന്റെ പേര്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. ലവ് മാരേജ് ആയിരുന്നു. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ. അപ്പൊ ശ്രീജിത്തിന് എന്റെ എല്ലാവിധ ഇതും അറിയിക്കുക. എനിവേ, എന്തായാലും കുടുംബത്തെ കുറിച്ച് പറയൂ. ഓക്കെ, സോ പുള്ളിയാണ് ആക്ച്വലി എന്നെ ഇവിടം വരെ എത്തിച്ചതെന്ന് പറയാം. കാരണം എന്റെ നാട്ടിൽ തന്നെ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന വാഴക്കുളത്ത് ഒരു ചെറിയ കമ്പനിയിലായിരുന്നു ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് എറണാകുളത്തേക്ക് വിട്ടതും അവിടെ നിന്ന് പിന്നെ ബാംഗ്ലൂർ എത്തിച്ചതും എല്ലാം ശ്രീജിത്തിന്റെ ഒരു സപ്പോർട്ട് കാരണം കണ്ടാണ്. പിന്നെ ഇവിടെ യു കെ വരാൻ തന്നെ കാരണം. അപ്പൊ നല്ലൊരു സപ്പോർട്ടുള്ള ഒരു ഭർത്താവിനെയാണ് കിട്ടിയിട്ടുള്ളത്. കോളേജിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തതാണ് രണ്ടുപേരും കൂടിയിട്ട്. എന്തായാലും അതൊക്കെ സന്തോഷമായിട്ട് പോകുന്നു എന്ന് അറിയാൻ പറ്റുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ആദ്യമേ ഇവിടെ വന്നപ്പം കുറച്ച് സ്ട്രഗിൾ തന്നെയായിരുന്നു. ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. ഈ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ നമ്മളിപ്പോ പലരും ഈ സോഷ്യൽ മീഡിയ തകർത്താടുന്നുണ്ട്. യു കെ വന്നിട്ട് അങ്ങനെ ചെയ്തു, അങ്ങനെ നശിച്ചു, ഇങ്ങനെ നശിച്ചു, നെഗറ്റീവ് ആണ് ഫുള്ള്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നേടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഒരു മാതൃകയായിട്ട് മാറുകയാണ് അനു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് കേട്ടോ. അപ്പൊ അനുവിനോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉള്ള നെഗറ്റീവ് കമന്റുകൾ നമ്മളെ പുറകോട്ട് പിടിച്ച് വലിച്ചിട്ടുണ്ടോ? അങ്ങനെ വലിച്ചിട്ടുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആള് തന്നെ പറയാണ് ഓക്കെ ഇവിടെ ഞാനിപ്പം എനിക്ക് 5 ലക്ഷം രൂപ സാലറി ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് 5 രൂപ പോലും നാട്ടിലേക്ക് അയക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഓക്കെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലണ്ടനിലൊക്കെ ഞാൻ എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആൾ കൂടെ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ തന്നത് സിബിച്ചേട്ടൻ മാത്രമാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താളും ആളാണ്. ഞാൻ ആദ്യം ചോദിച്ചത് ചേട്ടനോട് ചോദിച്ചപ്പോ പറഞ്ഞു ചേട്ടൻ മാത്രമാണ് ഓക്കെ നീ എന്തായാലും ധൈര്യമായിട്ട് പോരെന്ന് പറഞ്ഞത്. കാരണം ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ആ ഓപ്പർച്യൂണിറ്റീസിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ വിനിയോഗിച്ച ഒരു വ്യക്തിയാണ് അനു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ വീഡിയോ ചെയ്യാനായിട്ട് നമ്മള് ഒരു ഇന്റർവ്യൂ ചോദിച്ചത് തന്നെ അനുവിനോട്. കാരണം നമുക്കിവിടെ ഒരു പഠിക്കാൻ വന്നു, ആ പഠനം കഴിയുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ കിട്ടിയ ജോലി പ്രകാരം നിങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ പാകത്തിനുള്ള ഒരു സാലറി പാക്കേജും അതുപോലെ തന്നെ ഈ COS ഒക്കെ ലഭിക്കുന്ന ജോലിയാണോ?
ആണത്. ഇത് ടയർ 2 വിസയുള്ള ജോലിയാണ്. പക്ഷെ എനിക്കിപ്പോ എടുക്കാൻ പറ്റത്തില്ല. 6 മാസത്തേക്ക് എനിക്ക് പ്രൊബേഷൻ ആയിരിക്കും. സോ അത് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാവുള്ളൂ. പിന്നെ അതിന് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസും കുറച്ച് ഫീസൊക്കെ അടയ്ക്കേണ്ടതുണ്ട്. സോ ഞാൻ ഇപ്പൊ PSW അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ആ 2 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നമുക്ക് വിസയിലേക്ക് ചേഞ്ച് ആവും. വിസയിലോട്ട് മാറാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ആണ്. പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇപ്പോ കിട്ടിയിരിക്കുന്ന ശമ്പള ഓഫറും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ബാധ്യതകളും ലോണുകളൊക്കെ സിമ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. ഞാൻ പറയട്ടെ, അത് മാത്രം വലിയ സംഭവം. അതായത് നമ്മുടെ നാട്ടിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കൂടി കിട്ടുന്ന സാലറിയും കൊണ്ട് എല്ലാം ചെലവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പൈസ സേവിങ്സ് ഇല്ലായിരുന്നു. ഒന്നും മിച്ചം പക്ഷെ ഉണ്ടാവാറില്ല. ഞാൻ ഇവിടെ വന്ന് ആദ്യത്തെ 2-3 മാസത്തേക്ക് നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു പൈസ അയച്ചുകൊണ്ടിരുന്നത്, റെന്റിനൊക്കെ ആണെങ്കിലും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ റെന്റിനുള്ള പൈസയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ശരവണയിലാണ് എനിക്ക് ജോലി കിട്ടിയത് കാഷ്യർ ആയിട്ട്. പക്ഷെ അവേഴ്സ് ഒക്കെ കുറവായിരുന്നു. പിന്നെ ആദ്യത്തെ മാസം ഒരു 1000-400 കിട്ടി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ റെന്റ് അടയ്ക്കാൻ പറ്റും. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഫുൾ ടൈം അവേഴ്സ് ഒക്കെ കിട്ടി തുടങ്ങി. അപ്പം നാട്ടിലേക്ക് 50,000 രൂപ വെച്ച് എനിക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അടിപൊളി. ഇവിടെ വന്നിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റണില്ല എന്ന് പറയുന്ന പലരും നമ്മളിപ്പോ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ തകർത്താടുകയാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാതൃകയാകട്ടെ എന്തായാലും. സത്യമായിട്ടാ പാർട്ട് ടൈം കൊണ്ട് തന്നെ 50,000 രൂപ നമുക്ക് നാട്ടിലേക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എന്ത് വേണം? പിന്നെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മള് വിചാരിക്കണ പോലെയാണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കണേ. ഇപ്പൊ ഭയങ്കര അടിച്ചുപൊളിയായിട്ട് ജീവിക്കുവാണെങ്കിൽ നമുക്ക് പൈസ ഒന്നും ഉണ്ടാവത്തില്ല. മൊത്തത്തില് UK വന്നതിന് ശേഷം ജീവിതത്തില് സന്തോഷമുണ്ടോ, ഫ്രീഡം അനുഭവിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എന്താണ് UK കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട്? UK വന്നതിനെ കുറിച്ച് എനിക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റും ഇല്ല. എന്താ പറയാ, അതായത് ഇത് കൂടെ നമുക്കിപ്പം ഒരുപാട് പണിയെടുക്കേണ്ടി വരും, കഷ്ടപ്പാടാണ്, സൂപ്പർവൈസറുടെ അടുത്ത് നല്ല ചീത്തയേക്കും, അതൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ഫൈനലി നമുക്കൊരു സാലറി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. വീട്ടിലേക്ക് കുറച്ച് പൈസ ഇടുമ്പോൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കുറച്ച് പൈസ ഓക്കെ ഈ മാസം ചുമ്മാ പോയി സിനിമ കണ്ടോ എന്ന് പറയുമ്പോ തന്നെ എന്തായാലും നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. നമ്മള് വെൽത്തി ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൈ അഴിഞ്ഞ് സഹായിക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ഇവിടെ വന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഓ പിന്നെന്താ, എന്റെ സ്വന്തക്കാരാണെങ്കിൽ തന്നെ ഒരു ആവശ്യത്തിന് ഒരു 30,000 ചോദിക്കുമ്പം നാട്ടിൽ വെച്ചാണെങ്കിൽ 30,000 രൂപയ്ക്ക് എനിക്ക് എടുക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അയച്ചു, അവരുടെ ഒരു കാര്യം നടന്നു. പിന്നെ അങ്ങനെ പറയാം. അപ്പൊ UK എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയത് കൊണ്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ടൊരു വിസയിൽ ഇവിടെ വന്നത് കൊണ്ട് നമുക്കൊരു ജോലി കിട്ടായികയോ അല്ലെങ്കിൽ നമ്മളൊരു വേറെ പ്രൊഫഷൻ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോ അനുവിന്റെ എക്സ്പീരിയൻസ് പ്രകാരം ഇപ്പോ കിട്ടിയിരിക്കുന്ന പ്രൊജക്ട് ലീഡ് ജോബ് എത്രത്തോളം റിസ്കി ആയിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കും? ഹൈ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, കംപ്ലീറ്റ് പ്രൊജക്ട് മാനേജ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും മാനേജറുടെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഇപ്പം ഞാൻ കമ്മീഷനിങ് വരെയുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. സോ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ജോലിക്കാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. ഇപ്പൊ പിന്നെ ഞാൻ ഇറങ്ങിയതും പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്. സോ പഠിച്ചത് എന്താണോ അത് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നു. അത് എന്തായാലും വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ പ്രൊഫഷണലി നമ്മൾ പഠിച്ച ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. ഇവിടെ പലർക്കും ലഭിക്കാത്തതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ UK കുറ്റം പറയുന്നതും അതുപോലെ തന്നെ UK മോശമാണെന്ന് പലരും പറയുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോ കംപ്ലൈന്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും തിരിച്ചു പോകാത്ത എന്താണെന്ന് എനിക്കറിയില്ലാത്ത. ഓക്കെ, അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന ഇവിടെ മോശമാണ് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പലരും ഇവിടെ തന്നെ ഉണ്ട്, പോകുന്നില്ല. സത്യം. അപ്പൊ ഇത് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് കമന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് കൊടുക്കാം. എന്തായാലും ഇത്രയും സമയം നമ്മുടെ ലണ്ടൻ വിശേഷങ്ങളിൽ വന്ന് ഒരു പുതിയ ജോലി, ആ ജോലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏത് ഫീൽഡിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് ഫുള്ള് ELV സിസ്റ്റത്തിലായിരുന്നു. ഫയർ അലാം, PA, ആക്സസ് കൺട്രോൾ, CCTV, BMS. സോ BMS-ലാണ് ഞാൻ കമ്മീഷനിങ് എല്ലാം ചെയ്തോണ്ടിരുന്നത്. ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അതെ. സോ ഇപ്പൊ പോകുന്നതും സെയിം ഫീൽഡിലേക്ക് തന്നെയാണ്. HVAC റിലേറ്റഡ് കംപ്ലീറ്റ് BMS ആണ്. സോ കംപ്ലീറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് ചെയ്യുന്നത് BMS ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലാണ്. ഇപ്പൊ പോകുന്ന കമ്പനിയിലാണെങ്കിൽ തന്നെ ഞാൻ മാനേജ് ചെയ്യാൻ പോകുന്നത് BMS HVAC റിലേറ്റഡ് ആയിരിക്കും. നോട്ട് ഓൺലി HVAC, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എല്ലാം വരും.
നമ്മുടെ നാടും ഇവിടുത്തെ വർക്കുമായിട്ട് വ്യത്യാസം എന്തെങ്കിലും ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ പാനലിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഫീൽ ചെയ്തോ? അതോ നാട്ടിലുള്ള ആ ഒരു വർക്ക് ഇത് തന്നെ നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഇവിടെ ആക്ച്വലി അവർ എന്നോട് ടെക്നിക്കൽ ആയിട്ടുള്ള അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി എനിക്കൊരു 7 years എക്സ്പീരിയൻസ് ഉണ്ട് ഷ്നൈഡറിൽ. സോ ആ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വെച്ചതിന്റെ റിസൾട്ടാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ? അതെ ഇനി സത്യം പുതുതായിട്ട് പഠിച്ചത് നമ്മൾ പുതിയ സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. എന്തായാലും ആണ്. BMS ഫീൽഡിലാണ് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈ റൈസ്ഡ് ബിൽഡിങ്ങുകളിലൊക്കെ ഉള്ള സിസ്റ്റം, അതിന്റെ HVAC, അതിന്റെ പ്ലംബിങ്, അതിന്റെ ഹീറ്റിംഗ്, അതിന്റെ മൊത്തം ആ ഒരു ബിൽഡിങ്ങിന്റെ കൺട്രോളിംഗ് സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. ഫയർ അലാം ഉണ്ടാവും, സേഫ്റ്റി സൈഡ് ഉണ്ടാവും, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ലീഡ് പ്രൊജക്ട് പൊസിഷനിലാണ് ഇപ്പൊ അനുവിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും പുതിയ പൊസിഷനിൽ. ലണ്ടൻ വിശേഷങ്ങളിൽ വന്ന് ഇത്രയധികം സമയം ഇത്രയും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തതിൽ ചില സമയത്തൊക്കെ ഞാൻ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു. എന്തായാലും മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അപ്പൊ അനുവിന് ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ താങ്ക് യു വെരി താങ്ക് യു മച്ച്. സോ മച്ച്. താങ്ക് യു. ഓക്കെ, ബൈ. ബൈ.